ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ട്രേഡ് എടുത്തു. ഇന്ന് രാവിലെ ഏകദേശം 110 രൂപയ്ക്ക് വാങ്ങിച്ച പുട്ട് ഓപ്ഷൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ 200 ടച്ച് ചെയ്തു. അപ്പം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാലും മാർക്കറ്റ് ഇന്ന് നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു ട്രേഡും കൂടി എടുത്തു. അങ്ങനെ ഏകദേശം 5000 രൂപയോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് ഞാൻ ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കിയല്ല ട്രേഡ് എടുത്തത്. ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. സെൻസെക്സ് മാർക്കറ്റിലാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. മാർക്കറ്റ് എന്നൊരു ട്രെൻഡ് ലൈൻ ഫോളോ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇന്നലത്തെ ക്ലോസിങ് വെച്ച് നോക്കിയാൽ ഇന്ന് ഡൗൺ സൈഡിലേക്ക് വരും എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇനി ട്രെൻഡ് ലൈൻ ഇല്ലെങ്കിൽ തന്നെ സപ്പോർട്ട് മാർക്കറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈനും സപ്പോർട്ടും ഒക്കെ വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞു തരാം. എന്തായാലും ഈ സപ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് ഇന്ന് താഴേക്ക് പോകുന്നൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ പുട്ട് ഓപ്ഷൻ എടുത്തു. പിന്നെ ഇതിൽ വേറൊരു ക്യാൻഡിൽ സ്റ്റിക്സും കൂടെ ഉണ്ട്. സാധാരണ ഇന്നത് നോക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ആ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരു പെക്യുലാരിറ്റിയും കൂടെ പറഞ്ഞു തരാം. ഈ ഫസ്റ്റ് കാണുന്നതാണ് ഇൻകൺസിസ്റ്റൻറ്റ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ വന്നാൽ മാർക്കറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരുവാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ക്യാൻഡിൽ എവിടെ വെച്ചാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ ഇന്ന് ഞാൻ ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്തത്. അങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഇങ്ങനത്തെ ക്യാൻഡിൽ വരുമ്പോൾ എപ്പോഴും ഒരു 2-3 ക്യാൻഡിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുക.